ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ഡേ അറ്റ് ദ ഫാം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ നമുക്കിവിടെ ഒരു ഫാം ഫസ്റ്റ് നമുക്ക് ഈ തന്നിരിക്കുന്ന പിക്ചറിൽ കാണാൻ കഴിയും. അവിടെ 2 കുട്ടികളും പിന്നെ ഒരു ഫാമിലെ ഒരു തൊഴിലാളിയുണ്ട്. അപ്പോൾ നമുക്കത് ആരൊക്കെയാണ്, സ്റ്റോറി എന്തൊക്കെയാണെന്ന് നോക്കാം. വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. അപ്പോൾ ഒരു ദിവസം ബില്ലെന്ന് പറയുന്നൊരു കുട്ടി മെഗ് എന്ന് പറയുന്ന വേറൊരു കുട്ടി, അതായത് ഫ്രണ്ടാണ്. അപ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഡാഡിൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ക്യാരക്ടേഴ്സാണുള്ളത്: ബില്ല്, മെഗ് ആൻഡ് ഗ്രാൻഡ് ഡാഡ്. ഗ്രാൻഡ് ഡാഡ് നീഡ്സ് ഹെൽപ്പ് ഓൺ ഹിസ് ഫാം, ബിൽ സെഡ്. ദ കിഡ്സ് വെൻ ടു ദ ഫാം. അപ്പം ബില്ല് എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഡാഡിന് ഫാമിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ ഫാമിലേക്ക് പോവാണ്. അങ്ങനെ അവർ ഫാമിലെത്തി. ഗ്രാൻഡ് ഡാഡ് ഗേവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. ഗ്രാൻഡ് ഡാഡ് കുറച്ച് പണികളൊക്കെ കൊടുക്കാൻ ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സ്നോ ദ സീഡ്സ്. അതായത് ആ ഒരു കോണിൻ്റെ ഇയേഴ്സൊക്കെ പീൽ ചെയ്തിട്ട്, അതായത് അതിൻ്റെ കോണിന് അങ്ങനെ മറിച്ച് നിൽക്കുന്ന ഇല ഉണ്ടാവുമല്ലോ, അതൊക്കെ പോക്കിയിട്ട് ആ സീഡൊക്കെ സോ ചെയ്യാൻ, അതായത് കുഴിച്ചിടാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് ഡാഡ് പറയുന്നത്. ദേ വർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. അവർ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഈ വർക്കൊക്കെ ചെയ്യാൻ. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കാം. നോ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ അനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയേർഡ്, സെഡ് ഗ്രാൻഡ് ഡാഡ്. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് പറയാണ്, നിങ്ങൾ ടയേർഡായിട്ടില്ലെങ്കിൽ ഈ അനിമൽസിനെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അവിടെ കുറേ കാറ്റിൽസും കൗസും അതുപോലെ തന്നെ ഹെന്നും ഗോട്ടൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു പിക്ചറിൽ നന്നായിട്ട് കാണാം. നോ വി ആർ നോട്ട് ടയേർഡ്, വി ഷാൾ ഹെൽപ്പ് യു. അപ്പോൾ കുട്ടികൾ പറയാണ്, ഞങ്ങൾ ടയേർഡൊന്നും ആയിട്ടില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ദ കിഡ് സാറ്റ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. നല്ലൊരു ഉഷാറോട് കൂടെ അവർ പറഞ്ഞ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ദേ ഫെഡ് ദ ഷീപ്പ് ആൻഡ് ദ ഗീസ്. അവർ അതിനൊക്കെ ഫീഡ് ചെയ്യാൻ സഹായിക്കാണ്. ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഓൾ കൈൻഡ്സ് ഓഫ് അനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ ഗ്രാൻഡ് ഡാഡിന് അവിടെ പല ടൈപ്പ് ഓഫ് അനിമൽസ് ഫാമിലുണ്ട്. ദ വെൻ വിത്ത് ഹെം ടു ബാൻ ടു കളക്ട് ഹേ ഫോർ ദ കൗസ്. അപ്പോൾ അവർ കൗസിന് വേണ്ട ബാണ് കളക്ട് ചെയ്യാനും ഗ്രാൻഡ് ഡാഡിൻ്റെ കൂടെ പോകുന്നതായിട്ടും കാണാം. ഐ ഹാവ് എ കളക്ഷൻ ഓഫ് ബീസ് ഓൾസോ ഷോയിങ് അനദർ സൈഡ് ഓഫ് ദ ഫാം, ഗ്രാൻഡ് ഡാഡ് ആഡഡ്. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് വേറൊരു സൈഡ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് അവിടെ ബീസിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന്. യു നീഡ് നോട്ട് ടു ഫീഡ് ദ ബീസ്, ഡു നോട്ട് ഡിസ്റ്റർബ് ദം. അപ്പോൾ കുട്ടികളോട് പറയാണ്, നിങ്ങളതിന് ഫീഡൊന്നും ചെയ്യേണ്ട, നിങ്ങളതിനെ ഡിസ്റ്റർബ് ആക്കാണ്ടിരുന്നാൽ മതി. കാരണം എന്താണ്, സാധനം തേനീച്ചയല്ലേ, വന്ന് കടിക്കുകയും കുത്തുകയൊക്കെ ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് പേജിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ പോയിട്ട് ആ കൂടിനിട്ട് തട്ടുന്നത് നമുക്ക് കാണാം. അപ്പം ആ കുട്ടികൾ എന്താ ചെയ്യുന്നത്, ദേ ആർ ഡിസ്റ്റർബിങ് ദ ബീസ്. സോ നമുക്ക് അടുത്ത ഭാഗം നോക്കാം, ആ തേനീച്ച എന്തായിട്ടുണ്ടാവുമെന്ന്. അപ്പം നമ്മൾ ഗെസ് ചെയ്തതുപോലെ തന്നെ ബീസൊക്കെ പുറത്തേക്ക് ചാടി എന്നാണ് തോന്നുന്നത്. ദേ വെൻ നിയർ ടു ദ ബീസ് സീക്രറ്റ്ലി. അവർ ബീസിൻ്റെ അടുത്തേക്ക് സീക്രട്ടായിട്ട് പോയി. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡ് ഡാഡ് അത് കണ്ടിട്ടില്ലായിരുന്നു. ബിൽ സ്റ്റെപ്പ്ഡ് ഓൺ ദ ലോക്ക് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്. അവന് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് ഹൈവ് ചെയ്ത് അതിനെ ഇടങ്ങാറാക്കുകയാണ് ചെയ്യുന്നത്. ദി ആർ സ്ലീപ്പിംഗ്, ഹി ഡിക്ലെയർഡ്. അവൻ പറയാണ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവർ ഉറങ്ങുകയാണ് എന്ന് പറയാണ്. ബട്ട് ദേ വർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്. പക്ഷെ അവർ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. ബിൽ ഫെൽ ഓഫ് ദ ലോക്ക്. അവന് ആ ഒരു ഇത് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. ദ പീസ് വർ ഡിസ്റ്റർബ്. അവർ എന്താക്കാണ്, ആ തുറന്ന് വിടുകയല്ല, അവനത് അനക്കിയപ്പോൾ ആ പീസൊക്കെ ഡിസ്റ്റർബ്ഡായി. അങ്ങനെ ദ ബീസ് ഫ്ലൂ ആഫ്റ്റർ ബിൽ ആൻഡ് മെഗ്. അവർ ആ ഒരു ബീസ് ഈ ബില്ലിൻ്റെയും മെഗിൻ്റെയും പുറകെ ഓടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഓടല്ല, പറക്കുന്നതായിട്ട് കാണാം. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്, ദ ബീസ് ഫ്ലൂ ഫാസ്റ്റ്, ദ കെയിം നിയർ ദ കിഡ്സ്. കുട്ടികൾ നല്ലോണം ഓടാണ് ചെയ്യുന്നത്. ഇവിടെ ബീസ് അതിലും വേഗത്തിൽ ഇവരുടെ വയ്യെ ഫ്ലൂ ചെയ്യുക, പറന്നു പോവാണ്. അങ്ങനെ അവർ കുട്ടികളുടെ അടുത്ത് എത്തി. ഹൗ കുഡ് ദേ എസ്കേപ്പ്. അവരെങ്ങനെയാണ് എസ്കേപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. എ സ്ട്രീം ജമ്പ് ഇൻ ടു ഇറ്റ്, ബിൽ സ്ക്രീംഡ്. ദേ ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അങ്ങനെ അവിടെ അവരൊരു സ്ട്രീം കാണാൻ, അരുവി കണ്ടപ്പോൾ ബില്ല് പറഞ്ഞു, ഒച്ചത്തി വിളിച്ചറിയാണ്, അവിടെ ഒരു സ്ട്രീമുണ്ട്, അതിലേക്ക് ചാടുമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു സ്ട്രീമിലേക്ക് ചാടാണ് ചെയ്യുന്നത്.
കാരണം തേനീച്ചകൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് തെറിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇവരോട് ഇവിടെ ഒരു സ്ട്രീം കണ്ടപ്പോൾ അതിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ നമുക്ക് എന്തായെന്ന് നോക്കാം. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. ഇറ്റ് സേവ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്. ഗ്രാൻഡഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് ഔട്ട്. അങ്ങനെ ബീസ് അവർ വെള്ളത്തിൽ ചാടിയപ്പോൾ തിരിച്ച് പോവാണ്. അങ്ങനെ സ്ട്രീം വലിയ ഡീപ്പൊന്നും ആയിട്ടുള്ള വലിയ ആഴമൊന്നുമുള്ള സ്ട്രീം അല്ലാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. കാരണം അല്ലെങ്കിൽ അവർ മുങ്ങി ഡ്രൗണിങ് ചെയ്ത് മരിച്ചേനെ. അതുകൊണ്ട് തന്നെ ആംഗ്രി ബീസ് നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് സ്ട്രീമിലേക്ക് ചാടിയതുകൊണ്ട്. അങ്ങനെ ഗ്രാൻഡാഡ് ഇത് കണ്ടിട്ട് ഓടി വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാൻഡാഡ് സെഡ്, യു ക്യാൻ ഫെഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം. അപ്പോൾ ഗ്രാൻഡാഡ് പറയാണ്, നിങ്ങൾ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുകയും ഫെഡ് ചെയ്യുകയും ചെയ്യാം, പക്ഷെ നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. വി ആർ സോറി ദ കിഡ് സെഡ്. ഇപ്പം സോറി പറയാണ് ആ കുട്ടികൾ. ദേ വർ വെറ്റ്. അവർ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ വർ ഹാപ്പി അറ്റ് ലാസ്റ്റ്. അങ്ങനെ അവർ ഒരു തിരിച്ചറിവിന് ശേഷം അവർ ഹാപ്പിയായി എന്നാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ ലാസ്റ്റ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് ഈ കുട്ടികളെ പറ്റി എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കുട്ടികളാണോ ചീത്ത കുട്ടികളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.